ചെറിയപള്ളി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തിരുനാളിന്റെ കൊടികയറ്റ് കർമ്മം. മെയ് 12-ന് ഫാദർ നെൽസൺ ജോബ് OCD മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയും തുടർന്ന് 10,000 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്കും തുടക്കം കുറിക്കും. മെയ് 12-ന് ചെറിയപള്ളി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളുടെ നൃത്തച്ചുവടോടുകൂടിയാണ് പിതാവിനെ വരവേറ്റത്. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. ഉണ്ണീശോയെ കൊണ്ടു നടന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ സ്വഭാവം തന്നെ ദൈവത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്ത് കാര്യം ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയില്ല, പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമല്ല. സൽബുദ്ധിമാതാ ദേവാലയം വികാരി റവറൻഡ് ഫാദർ ആന്റണി ചില്ലട്ടശ്ശേരി വചനപ്രഘോഷണം നടത്തി. ഊട്ടുതിരുനാൾ ദിനമായ മെയ് 12-ന് റവറൻഡ് ഫാദർ നെൽസൺ ജോബ് OCD മുഖ്യ കാർമ്മികത്വത്തിൽ 10,000 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിക്കും. തുടർന്ന് വചനപ്രഘോഷണം, നൊവേന, കാഴ്ച സമർപ്പണം എന്നിവയും ഉണ്ടാകും. ഊട്ടുനേർച്ചയ്ക്കായി ചെറിയപള്ളി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.